ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധം 11-ാം അധ്യായം. നമ്മൾ ഇന്നലെ 12-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. അപ്പോൾ ഇത് നമ്മൾ തന്ത്രവിദ്യയുടെ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഒന്ന് പഠിച്ചാൽ മതി ആത്മസാക്ഷാത്കാരം കിട്ടാനായിട്ട്. തന്ത്രവിദ്യ എല്ലാവരും വലിയ ആക്ഷേപവും അനവധി കാലം അല്ലേ. അപ്പോൾ ഈ തന്ത്രവിദ്യ ഈ രഹസ്യം മനസ്സിലാക്കിയ തന്ത്രവിദ്യ പഠിക്കണവന് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വേറെ ഉപാധിയൊന്നും വേണ്ട ആണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഭഗവാന്റെ ആനന്ദസ്വരൂപത്തെ, ഇത് വിരാട് പുരുഷൻ്റെ സ്വരൂപത്തെ വർണ്ണിക്കാണ്ട് ഉപാസിക്കാനുള്ളത്. ഭഗവാൻ കൃഷ്ണനെ ഉപാസിക്കാനുള്ള വിരാട് പുരുഷൻ്റെ എന്താണ് ഓരോ സ്വരൂപം എന്ന് വിവരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആനന്ദസ്വരൂപം കാട്ടിക്കൊടുക്കുന്ന ജ്ഞാനയോഗവും അഷ്ടയാംഗ യോഗമാണ് ഭഗവാന്റെ മകരകുണ്ഡലങ്ങൾ. ജനനമരണ പ്രവാഹരൂപമായ സംസാര സങ്കടത്തിൽ നിന്ന് സകല പ്രാണികളെയും രക്ഷിച്ച് പരമാനന്ദ സ്വരൂപമായിട്ടുള്ള കൈവല്യം നൽകണ സർവ ഉത്കൃഷ്ടസ്ഥാനമായിട്ടുള്ള ബ്രഹ്മലോകമാണ് ഭഗവാന്റെ കിരീടം എന്ന് പറയുക. അവ്യാകൃതം അനന്താഖ്യം ആസനം യഥധിഷ്ഠിതാ ധർമ്മജ്ഞാനാദിഭിർയുക്തം സത്വം പത്മമിഹോച്യതേ. യഥാധിഷ്ഠിത യാതൊന്നിനെ അധിവസിക്കണോ അനന്താഖ്യം ആസനം, അനന്തന് പേരായിട്ടുള്ള ഇരിപ്പിടം അവ്യാകൃതം പ്രധാനമാണ്. ഇഹ ഇതിലുള്ള ധർമ്മജ്ഞാനാദിഭിയുക്തം, ധർമ്മജ്ഞാനാദികളോടുകൂടിയ സത്വം, സത്വഗുണം, പത്മമുച്യതേ താമര എന്ന് പറയപ്പെടുന്ന ഭഗവാൻ ഏതൊന്നിനെ ഉപാധിയായിട്ട് സ്വീകരിച്ച്, ഭഗവാൻ എന്തിനു ലോകസ്വരൂപനായിട്ട് വളങ്ങണോ? അപ്പോൾ എന്തിനു ഉപാധിയായിട്ട് സ്വീകരിച്ച മൂലപ്രകൃതി അല്ലേ. അവ്യാകൃതം, അവ്യാകൃതം തന്നെയാണ് മൂലപ്രകൃതി വേറായിട്ടുള്ള ആ തത്വത്തെ തന്നെയാണ് ഭഗവാന്റെ ഇരിപ്പിടായിട്ടുള്ള ആദിശേഷൻ എന്ന് കൽപ്പിച്ചേക്കണ്. ഒരിക്കൽ ദേവകി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രകൃതി പുരുഷന്മാരാണെന്ന് എനിക്കറിയാമെന്ന് അല്ലേ. അത് തന്നെയാണ് പറയണേ. ആ അവ്യാകൃതാസനത്തിൽ പ്രകാശിച്ച് കാണപ്പെടുന്ന ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, ശ്രീ, യശസ്, വിമല, ഉത്കർഷിണി, ക്രിയ, യോഗം, പ്രഹ്വി, സത്യ, ഈശാന, അനുഗ്രഹ, ഈ ശക്തികളോട് വേറിടാണ്ടിരിക്കുന്ന സത്വഗുണത്തെ പത്മം കൽപ്പിച്ചേക്കണം. അപ്പോൾ അവ്യാകൃതത്തിൻ്റെ ഭാഗമാണ് ഈ പത്മം. ഓജസഹോബലയുധം മുഖ്യതത്വം ഗദാം ദധത് അപാം തത്വം ദരവരം തേജത്തത്വം സുദർശനം. മുഖ്യതത്വം എന്ന് പറയപ്പെടുന്നു ഓജസ്, സഹസ്, ബലം. ഇതിൻ്റെയൊക്കെ ഇരിപ്പിടായിട്ടുള്ള പ്രാണനെ തന്നെ ഗതാരൂപേണ ഭഗവാൻ ധരിച്ചേക്കണു. ജലത്തിൻ്റെ ദിവ്യവിഗ്രഹത്തെ ശംഖായിട്ടും തേജസ്സിൻ്റെ ദിവ്യസ്വരൂപത്തെ സുദർശനമായിട്ടും ഭഗവാൻ ധരിക്കണു. നഭോ നിഭം നഭത്തത്വം അസിം ചർമ്മതമോമയം കാലരൂപം ധനുഷാർഗം തഥാ കർമ്മമയി മയ ഔഷധീം. നിർമ്മലമായിട്ടുള്ള ആകാശതത്വത്തെ ഖഡ്ഗായിട്ടും തമോ ഗുണത്തെ പരിചയമായിട്ടും കാലതത്വത്തെ ശാർഗം എന്ന് പേരായിട്ടുള്ള ചാപായിട്ടും കർമ്മശക്തിയെ ആവനാഴിയായിട്ടും ധരിക്കുന്നു. ഇന്ദ്രിയാണി ശരാനാഹുർ ആകുതീരസ്യ സ്യന്ദനം തന്മാത്രാണ്യ അഭിവ്യക്തിം മുദ്രയാർത്ഥക്രിയാത്മതം. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ ശരൻ ആഹു, ശരങ്ങളാന്ന് പറയുന്നു. അസ്യ ആകൂതി, ഇവൻ്റെ ആകൂതികളെ, ക്രിയാശക്തികളെ ചന്ദനം ആഹു, തേരാന്ന് പറയുന്നു. തന്മാത്രാണി, തന്മാത്രകളെ അസ്യ അഭിവ്യക്തിമാഹു, ഇതിൻ്റെ തേരിൻ്റെ അഭിവ്യക്തതയാണ് ബാഹ്യരൂപ എന്ന് പറയുന്നു. മുദ്രയാ, മുദ്ര കൊണ്ട് അർത്ഥക്രിയാത്മതാം, അർത്ഥക്രിയാഭാവത്തെ വഹിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ശരങ്ങളായിട്ടും ക്രിയാശക്തിയുക്തമായിട്ടുള്ള മനസ്സിനെ തേരായിട്ടും ഭഗവത് തേരായിട്ടും ശബ്ദാദികളായിട്ടുള്ള തന്മാത്രകളെ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് പഞ്ചഭൂതങ്ങളുടെ മഹാഭൂതങ്ങളുടെ സൂക്ഷ്മരൂപമാണ്. അതിനെ തേരിൻ്റെ ആകൃതിയായിട്ടും അഭയമുദ്ര, വരമുദ്ര തുടങ്ങിയ ഭഗവാൻ ഭക്തന്മാർക്കായിട്ട് നൽകണ അനുഗ്രഹ സ്വരൂപമായിട്ടും പറയണു.
മണ്ഡലം ദേവയജനം ദീക്ഷാസംസ്കാരാത്മനാ പരിചര്യ ഭഗവതാത്മനു ദുരിതക്ഷയാ. മണ്ഡലം സൂര്യമണ്ഡലം ദേവയജനം ദേവപൂജാസ്ഥാനം ആത്മനാ ദീക്ഷ ആത്മാവിൻ്റെ സാധകൻ്റെ ദീക്ഷ ഗുരുപദേശി സംസ്കാര യോഗ്യത ഭഗവതാ പരിചര്യ ഭഗവാന്റെ സേവ ആത്മനാ ദുരിതക്ഷയ ആത്മാവിൻ്റെ പാവനേശം ദേവപൂജാസ്ഥാന സൂര്യമണ്ഡലമായിട്ടും ഉപാസകന് സാധകന് ഗുരു ഉപദേശിക്കണ മന്ത്രത്തെ ദേവപൂജ ചെയ്യാൻ ആ സാധകന് സിദ്ധിച്ച യോഗ്യതയായിട്ടും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്ന പൂജാ നമസ്കാരി രൂപമായിട്ടുള്ള ഭജനം ആ സാധകൻ്റെ ദുരിതനാശത്തിനായിട്ടും ഭാവിച്ചോളണം. ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാകമലമുദ്വഹൻ ധർമ്മം യശശ്ച ഭഗവാൻ ചാമര വ്യജനീ അഭജ. ഭഗവാൻ ഈശ്വരൻ ഭഗശബ്ദാർത്ഥത്തെ ലീലാകമലം കളിത്താമരപ്പൂവായിട്ട് ഉദ്വഹം വഹിച്ചവനാണ്. ധർമ്മം യശാച ധർമ്മത്തെ യശസ്സിനെയും ചാമരവ്യജനങ്ങളായിട്ട് ഭഗവാൻ അഭജത് ഭഗവാൻ ഭജിച്ചു. ഭഗവാന്റെ കയ്യിൽ ഭഗവാൻ പിടിച്ചേക്കണ താമരപ്പൂ ഭഗശബ്ദാർത്ഥമായിട്ടുള്ള 6 ഗുണങ്ങളുടെ സമഷ്ടി സ്വരൂപമാണ് നിശ്ചയിച്ചേക്കുന്നു. ധർമ്മത്തെ യശസ്സിനെ ചാമരായിട്ടും വ്യജനായിട്ടും സ്വീകരിച്ചേക്കണു. ആതപത്രം തു വൈകുണ്ഠം വിജാധാമ ആകുതോ ഭയം ത്രിവൃത്വേദ സുവർണാഖ്യൂ യജ്ഞം വഹതി പൂരുഷം. നിജാഹിത് വിധന്മാരെ അകുതോ ഭയം ഒരു വിധത്തിലും ഭയമില്ലാത്തതായിട്ടുള്ള വൈകുണ്ഠം ധാമ വൈകുണ്ഠലോകത്തെ ആദപത്രം കൊടയിട്ടും ത്രിവൃത്വേദ 3 വേദം സുവർണാഖ്യ ഗരുഡൻ എന്ന് പേര് കൂടിയ വാഹനമായിട്ടും യജ്ഞം യാഗത്തെ പൂരുഷം പുരുഷസ്വരൂപമായിട്ടും മഹതി വഹിക്കുന്ന വിജന്മാരെ കാലകർമ്മങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലും ഭയം നേരിടാണ്ടിരിക്കുന്ന വൈകുണ്ഠത്തെ ഭഗവാന്റെ ആദപത്രം കൊടയിട്ടും ഋക്ക് യജുസ് സാമം ഈ 3 വേദങ്ങളെ തന്നെ ഭഗവാൻ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ഗരുഡനായിട്ടും യാഗത്തെ ഭഗവാന്റെ മൂർത്തിയായിട്ടും നിശ്ചയിച്ചേക്കണു. അനപായിനി ഭഗവതീ ശ്രീ സാക്ഷാൽ ആത്മനോഹരേ വിശ്വസ്തേന തന്ത്രമൂർത്തിർ വിധിതാ പാർഷദാധിപാ നന്ദാദയോ അഷ്ടൗ ദ്വാസ്ഥാശ്ച തേ അണിമാധ്യാ ഹരിർഗുണാ. അനപായിനി ഭഗവതി ശ്രീ സാക്ഷാൽ ആത്മനോഹരേ വിശ്വക്സേന തന്ത്രമൂർത്തിർവിദിത പാർഷദാധിപാം നന്ദാദയോഷ്ടൗ ദ്വാസ്ഥാശ്ച തേ അണിമാദ്യാ ഹരിർഗുണ. ആത്മനാ ഹരി ആത്മാവായിട്ടുള്ള ഭഗവാന്റെ ശ്രീഹരിയുടെ അനപായിനി വിയോഗം കൂടാണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവതി മൂർത്തിമയായിട്ടുള്ള ഭഗവത് ശക്തി ശ്രീ ലക്ഷ്മി ദേവി പാർഷദന്മാരുടെ അധിപതിയായിട്ടുള്ള വിശ്വക്സേനൻ തന്ത്രമൂർത്തി വിദിത തന്ത്രമൂർത്തിയായിട്ട് അറിയപ്പെട്ടേക്കുന്നു. ദ്വാരപാലകന്മാരായിട്ടുള്ള തേ നന്ദാദയ അഷ്ടം നന്ദാദികളായിട്ടുള്ള 8 പേര് ഹരിയുടെ അണിമ സർവാത്മാവായിട്ടുള്ള ശ്രീഹരിയെ വിട്ടുപിരിയാണ്ടിരിക്കുന്ന ചിച്ഛക്തിയെ തന്നെയാണ് ശ്രീദേവി നിശ്ചയിച്ചേക്കണത്. പാർഷദരിലെ അധിപനായിട്ടുള്ള വിശ്വക്സേനനെ തന്നെ പഞ്ചരാത്രിയാദി ആഗമങ്ങളിൽ പറഞ്ഞേക്കണ തന്ത്രമൂർത്തിയായിട്ട് കൽപ്പിച്ചേക്കുന്നു. ദ്വാരപാലകന്മാരായിരിക്കുന്ന നന്ദാദികളായിട്ടുള്ള 8 പേര് ശ്രീഹരിയെ ഭഗവാനെ വിട്ടുപിരിയാണ്ടിരിക്കുന്ന അണിമാദികളായിട്ടുള്ള 8 സിദ്ധികളാണ്. വാസുദേവ സംകർഷണ പ്രദ്യുമ്ന പൂരുഷസ്വയം അനിരുദ്ധ ഇതി ബ്രഹ്മൻ മൂർത്തിവ്യൂഹു അഭിധീയതേ. ഹേ ബ്രാഹ്മണോത്തമ, വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്ന, അനിരുദ്ധനി 4 മൂർത്തികളെ സാക്ഷാൽ ഭഗവാന്റെ ശ്രീനാരായണൻ്റെ മൂർത്തികളായിട്ട് തന്നെ ഉപാസിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നുണ്ട്. മൂർത്തിവ്യൂഹം എന്ന് ആണ് ഇവരെ പറയണേ. സവിശ്വ തൈജസ പ്രാജ്ഞത്തുരി സവിശ്വ പ്രാജ്ഞ തുരീയൈതി വൃത്തിഭിः അർത്ഥേന്ദ്രിയാശയജ്ഞാനൈർ ഭഗവാൻ പരിഭാവ്യതേ. സവിശ്വ തൈജസാ പ്രാജ്ഞ
തുരി ഇത്തിരി ബുദ്ധിമുട്ടുള്ള ശ്ലോകമാണ്. തുരീയൈതി വൃത്തിഭി അർത്ഥേന്ദ്രിയാശയ ജ്ഞാനൈർ ഭഗവാൻ പരിഭാവ്യത സ ഭഗവാൻ അർത്ഥേന്ദ്രിയാശയ ജ്ഞാനേ, അർത്ഥം ഇന്ദ്രിയം ആശയം ജ്ഞാനം ഇതൊക്കെ കൂടിയ വൃത്തിഭി വ്യാപാരങ്ങളാൽ വിശ്വനാന്നും തൈജസനാന്നും പ്രാജ്ഞനാന്നും തുര്യനാന്നും പരിഭാവിക്കപ്പെടുന്ന ഭഗവാനെ തന്നെ ആത്മാവിൽ 4 വിധത്തിൽ ഉപാസിക്കാനുള്ള വിധികളും സ്വരൂപങ്ങളും വൃത്തികളും പറയണം. ശ്രീ ഭഗവാൻ അന്ധകരണത്തിൽ 4 വൃത്തികളെ വഹിച്ചുകൊണ്ട് 4 നാമധേയങ്ങളോടുകൂടി വസിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉള്ളിൽ. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുര്യൻ അല്ലെങ്കിൽ സാക്ഷി ചൈതന്യം. ഇതാണ് 4 പേര്. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ, കണ്ണുടങ്ങിയ ഇന്ദ്രിയങ്ങളിൽ കൂടെ രൂപാദി വിഷയങ്ങളെ ഗ്രഹിക്കണ, ആ പ്രവൃത്തി നിർവഹിക്കണ, ജാഗ്രത അവസ്ഥ അഭിമാനിക്കുന്ന സ്ഥിതിയിൽ വിളങ്ങണ ജീവചൈതന്യത്തിന് എന്താ വിശ്വൻ എന്നാണ് പേര്, അല്ലേ? നമ്മളിങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ ഈ ശരീരത്തെയൊക്കെ അഭിമാനിക്കണ ആ ജീവചൈതന്യത്തിന്, ആ അവെയർനെസ്സിന് കേട്ടോ വിശ്വന് പേരുണ്ട്. അത് ഭഗവാനാണ്. മനസ്സാവണ ഇന്ദ്രിയത്തിൽ അധിവസിച്ച് ശബ്ദാദി വിഷയങ്ങളെ പ്രകാശിപ്പിച്ച് സ്വപ്നപദാർത്ഥങ്ങളിൽ കൂടി സുഖദുഃഖങ്ങൾ അനുഭവിക്കണ തേജോമയായിട്ടുള്ള ജീവചൈതന്യത്തിന് തൈജസെന്ന് പേര്. അപ്പോൾ സ്വപ്നത്തിൻ്റെ അഭിമാനി ആയിട്ടുള്ള ആത്മാവിന് തൈജസൻ എന്ന് പറയുന്നു. സൂക്ഷ്മ ശരീരത്തിൽ വസിച്ച് സ്വപ്നാവസ്ഥയെ അഭിമാനിക്കുന്ന ചൈതന്യത്തെ തൈജസൻ എന്ന് പറയുന്നു. സംസ്കാരരൂപമായ കർമ്മവാസനയായിട്ടുള്ള കാരണ ശരീരത്തെ അജ്ഞാനം അവലംബിച്ച് വിളങ്ങുന്ന സുഷുപ്തിയുടെ നല്ല ഉറക്കം, സ്വപ്നമൊന്നുമില്ലാത്ത സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയില്ലേ, സുഷുപ്തി. ആ സുഷുപ്തിയെ അഭിമാനിക്കുന്ന ചൈതന്യത്തിന് പ്രാജ്ഞൻ എന്ന് പേര്. ഈ 3 അവസ്ഥകളെയും പ്രകാശിപ്പിച്ചും അഭിമാനിച്ചും കൊണ്ടും വിളങ്ങണതും ഒന്നിൻ്റെ നാശത്തിൽ സ്വയം നശിക്കാണ്ട് അനുസ്യൂതമായിട്ടും വേറിട്ടും സ്വയമേവ പ്രകാശിക്കുന്ന ചൈതന്യത്തിന് സാക്ഷി ചൈതന്യം അല്ലെങ്കിൽ തുര്യാഭിമാനി ചൈതന്യം എന്നാണ് പേര്. ഈ അവസ്ഥ യോഗികൾക്ക് സമാധിയിൽ അനുഭവപ്പെടണമല്ലാണ്ട് സാധാരണക്കാർക്ക് അനുഭവപ്പെടില്ല. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളെ കണ്ടുകൊണ്ടും 3 വേർപെട്ടിരിക്കണമുണ്ട് 4മത്തേന്ന് അർത്ഥമായിട്ടുള്ള തുരീയം എന്നുള്ള പേര് നൽകിയേക്കുന്നു. ഈ 4 നിലയിലും അന്ധകരണത്തെ ആശ്രയിച്ചും അതിന് സാക്ഷിയായും വിളങ്ങണ പരമചൈതന്യമാണ് ശ്രീ ഭഗവാൻ എന്ന് അറിഞ്ഞുപാസിക്കണേനെ അധ്യാത്മോപാസന എന്ന് പറയും. നോക്കൂ, തന്ത്രം എത്ര ശാസ്ത്രീയ, വേറൊന്നും വേണ്ട, തത്വം മനസ്സിലാക്കിയിട്ട് ഉപാസിച്ചാൽ മതി ആത്മസാക്ഷാത്കാരത്തിന്. ഇത്രയും ഉത്തമമായിട്ടുള്ള ഒരു ഉപാസന പദ്ധതി ഇല്ലയെന്ന് തോന്നുന്നു. അങ്കോപാങ്കായുധാകൽപ്പഹി, വെറുതെ അല്ല ആദിശങ്കരനൊക്കെ ഈ സമ്പ്രദായത്തിലുണ്ടായ ആദിശങ്കരനും സർവത്ര ഋഷിമാരും. അങ്കോപാങ്കായുധാകൽപ്പൈർ ഭഗവാൻ തച്ചതുഷ്ടയം ബിഭർത്തി സ്മ ചതുർമൂർത്തിർഭഗവാൻ ഹരിരീശ്വര. അങ്കോപാങ്കായുധാകൽപ്പി, അംഗങ്ങൾ, ഉപാംഗങ്ങൾ, ആയുധങ്ങൾ, ആകൽപ്പങ്ങൾ, ഭൂഷണങ്ങളെ ഇവയോടുകൂടിയ ഭഗവാൻ ശ്രീഹരി തച്ചതുഷ്ടയ 4 ബിഭർത്തി സ്മ സ്മരിച്ച് ഭരിച്ച് ചതുർമൂർത്തി ഭഗവാൻ ഹരി 4 മൂർത്തി അയക്കുന്ന ഭഗവാൻ ഹരി ഈശ്വരൻ തന്നെയാണ് പറയുകയാണ്. ഇപ്പോൾ ഭഗവാന്റെ അവയവങ്ങൾ, വാഹനങ്ങൾ, ആയുധങ്ങൾ, ഭൂഷണങ്ങൾ ഇതൊക്കെ കൂടിയ ഭഗവാൻ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുര്യൻ ഈ 4 നിലയിലും വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഈ ചതുർവ്യൂഹ നിലയിൽ വിളങ്ങണമെങ്കിലും ഈ അവസ്ഥകളിലൊന്നും ഭഗവാൻ ജീവനെപ്പോലെ സുഖദുഃഖങ്ങളെ അഭിമാനിക്കണവനല്ല. സർവവും നിയന്ത്രിക്കണ ഈശ്വരൻ തന്നെയാണ് ഭഗവാൻ. ആ നിയന്ത്രത്വമാണ് ഭഗവത് ധർമ്മം. സുഖദുഃഖങ്ങളെ അഭിമാനിക്കണോ ജീവധർമ്മം എന്ന് സാരം. ഇപ്പോൾ ശരീരത്തെ ഇന്ദ്രിയത്തെയൊക്കെ അഭിമാനിക്കുന്നത് ജീവത്വം, ശരീരത്തെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരത്വം. ഒന്ന് സൂക്ഷ്മമായി ധരിക്കുമ്പോൾ ജീവേശ്വര ഭേദവാദവും ജീവേശ്വര ഐക്യവാദവും 2 നിലനിൽക്കുന്നതിൻ്റെ സ്വരൂപം സ്പഷ്ടവും. ദ്വിജ ഋഷഭസ്സയേവ ബ്രഹ്മയോനി സ്വയം ദൃക്. ദ്വിജ ഋഷഭസ്സയേവ ബ്രഹ്മയോനി സ്വയം ദൃക്. സ്വമഹിമ പരിപൂർണോ മായയാ ച സ്വയൈതത് സൃജതി ഹരതി പാദീത്യാഖ്യായാനാവൃതാക്ഷോ വിവൃത ഇവ നിരുക്ത
തൽപരൈർ ആത്മലഭ്യ വിജർഷഭായ ബ്രാഹ്മണോത്തമ സ്വയം ദൃക് തന്നെത്താൻ പ്രകാശിക്കണൂനും ബ്രഹ്മയോ വിവേദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനഭൂതനും സ്വമഹിമ പരിപൂർണ തൻ്റെ മഹിമയാൽ നിറഞ്ഞവനുമായിട്ടുള്ള സ ഏവ അവൻ തന്നെ സ്വമായയാ സ്വന്തം ശക്തിയാൽ ഏതത് ഇതിനെ സൃജതി സൃഷ്ടിക്കണു ഹരതി ഹരിക്കണു പാതി ഈതി സംരക്ഷിക്കണു. ഈ കാരണത്താൽ അഖ്യയാ നാമധേയത്താൽ വിവൃത ഇവ ഭിന്നനെ പോലെ നിരുക്ത പറയപ്പെട്ടേക്കുന്നു. അനാവൃതാക്ഷ മറയ്ക്കപ്പെടാത്ത അജ്ഞാനത്തോടുകൂടി അവൻ തൽപരേ തൻ്റെ ഭക്തന്മാരാൽ ആത്മലഭ്യാത്മാവായിട്ട് ലഭിക്കപ്പെടാൻ യോഗ്യമാണ്. അപ്പോൾ ആ ഭഗവാൻ ഒരുത്തൻ തന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനായിട്ട് ലോകസൃഷ്ടിയാദികൾ നടത്തണമെന്ന് കാണിക്കുന്നു. ആത്മാവ് ഒരുത്തൻ തന്നെയാണ്. ഹേ ബ്രാഹ്മണോത്തമ സ്വയം പ്രകാശസ്വരൂപനും വേദപ്രവർത്തകനും സ്വാനന്ദപരിപൂർണനുമായിട്ടുള്ള ആ ഏകനായിട്ടുള്ള ഭഗവാൻ തന്നിലിരിക്കുന്ന ശക്തിയായിട്ടുള്ള മായ സഹായത്വേന സ്വീകരിച്ച് ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവ് എന്നുള്ള സംജ്ഞ പേര് വഹിക്കുന്നു. സംഹരിക്കുമ്പോഴോ രുദ്രൻ എന്നുള്ള പേരും വഹിക്കുന്നു സംജ്ഞ. രക്ഷിക്കുമ്പോൾ വിഷ്ണു എന്നുള്ള സംജ്ഞയും സ്വീകരിക്കുന്നു. സംജ്ഞാഭേദം പേരിൻ്റെ വ്യത്യാസമേ പ്രവൃത്തി നിമിത്തം കൽപ്പിതമാണ്. പരമാർത്ഥത്തിലെ ഏകൻ മാത്രമല്ലാണ്ട് രണ്ടാമത് വേറൊന്നുമില്ല. തൻ്റെ പരിപൂർണ ജ്ഞാനാനന്ദ സ്വരൂപത്തിന് ഒരു കാലത്തും മറവില്ല. ശാസ്ത്രത്തിൽ ഭിന്നനെ പോലെ പറയപ്പെടുന്നതല്ലാണ്ട് ഭേദം സത്യമല്ല, അഭേദം തന്നെ സത്യം എന്ന് ഭക്തന്മാരെ അനുഭവിച്ചറിയണു. അവരിൽ ആത്മാവായിട്ട് വിളങ്ങണ ഭഗവാനല്ലാണ്ട് അന്യമായിട്ട് യാതൊന്നുമില്ല എന്നുള്ള സത്യം അവർ അനുഭവത്താലറിയണു. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണുഷ ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണുഷ ഭാവനിദൃക് രാജന്യവംശദഹനാനപവർദ്ധവീര്യ ഗോവിന്ദ ഗോപവനിതാ വ്രജഭൃത്യഗീത തീർത്ഥശ്രവ ശ്രവണമംഗളപാഹി ഭൃത്യാൻ. കൃഷ്ണ ഹേ ഭഗവാനെ ആനന്ദമൂർത്തി കൃഷ്ണ സഖി അർജുനൻ്റെ സുഹൃത്തായിട്ടുള്ളവനെ വൃഷ്ണുഷഭ വൃഷ്ണികുലശ്രേഷ്ഠ അവനിധൃഗരാജന്യവംശദഹന ഭൂമിയെ ദ്രോഹിക്കണ രാജവംശത്തെ ദഹിപ്പിക്കണ അഗ്നിയായിട്ടുള്ളവനെ അനപവർഗവീര്യ അക്ഷീണായിട്ടുള്ള വീര്യത്തോടു കൂടിയവനെ ഗോവിന്ദ കാമധേനൂനാൽ അഭിഷിക്തനായിട്ടുള്ളവനെ ഗോപവനിതാ വ്രജ ഭൃത്യഗീത തീർത്ഥശ്രവ ഗോപസ്ത്രീകളുടെ സംഘത്താലും ഭൃത്യന്മാരാലും ഗാനം ചെയ്യപ്പെടുന്ന പുണ്യകീർത്തിയോടുകൂടിയ ഭഗവാനെ ശ്രവണമംഗള കേൾക്കണോണ്ട് തന്നെ മംഗളം ദാനം ചെയ്യണോനെ ഭൃത്യാൻ ബാഹി ഭൃത്യരെ ഏതൊരു ഭഗവാന്റെ ഉപാസനാ വിധി വിസ്തരിച്ചു പറഞ്ഞു ആ ശ്രീകൃഷ്ണമൂർത്തിയെ സ്തുതിക്കുകയാണേ. ഹേ കൃഷ്ണ, ഹേ അർജുന സ്നേഹിത, ഹേ വൃഷ്ണികുലോത്തമ, ഹേ ഭൂഭാരഭൂതരായിട്ടുള്ള രാജാക്കന്മാരുടെ വംശം ദഹിപ്പിക്കണയിൽ പ്രകാശിപ്പിച്ച അക്ഷീണ പരാക്രമശാലി ഗോവിന്ദ ഗോപസ്ത്രീകളിലും നാരദാദി ഭൃത്യ വർഗത്താലും കീർത്തിക്കപ്പെടുന്ന പുണ്യകീർത്തിമാനെ കഥാശ്രവണമാത്രത്താൽ മംഗളം നൽകണ മഹച്ചരിത ഭൃത്യരായിട്ടുള്ള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാം. ഇതം കല്യ ഉത്ഥായ മഹാപൂരുഷലക്ഷണം തച്ചിത്തപ്രയതൂജപ്വാ ബ്രഹ്മവേദഗുഹാശയം. യാതൊരുത്തൻ ഉഷകാലത്തിൽ തീർത്ഥായ എഴുന്നേറ്റ് മഹാപൂരുഷലക്ഷണം മഹാപുരുഷൻ്റെ ലക്ഷണത്തോടുകൂടി ഈ പ്രകരണത്തെ തച്ചിത്താവനിൽ മഹാപുരുഷനിൽ ചിത്തത്തോടു കൂടിയവനും പ്രയതാശുദ്ധനായിട്ട് ജപിച്ച് ഗുഹാശയം ഗുഹയിൽ വസിക്കുന്ന ബ്രഹ്മവേദത്തെ അറിയുന്നു. ബ്രഹ്മത്തെ അറിയുന്നു. ഈ പ്രകരണത്തിൻ്റെ പാഠത്തിൽ നിന്നും ബ്രഹ്മജ്ഞാനസിദ്ധിരൂപമായിട്ടുള്ള ഫലം ഉണ്ടാവുമെന്ന് പറയുകയാണ്. ഏതൊരു പുരുഷൻ രാവിലെ എഴുന്നേറ്റ് സ്നാനാദി കൊണ്ട് ശരീരം ശുദ്ധാക്കിയ ശേഷം മനസ്സിനെ ഭഗവങ്കിൽ ഉറപ്പിച്ച് വിരാൾ പുരുഷൻ്റെ അംഗാദി ലക്ഷണങ്ങൾ പ്രതിപാദിച്ച ഈ പ്രകരണം ശ്രദ്ധയോടുകൂടി പഠിക്കണു. ആത്മാക്ഷാത്കാരത്തിന് വേറൊന്നും വേണ്ട എന്ന് പറയാം. ഭാഗവത്തിൽ തന്നെ പറയാം, ആ ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെ അവൻ ആത്മത്വേന അനുഭവിച്ചറിയുന്നു. സമാധി പോയിട്ട് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 26 നിർത്തിയിട്ട് നാളെ 27 തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.